ആത്മപ്രകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അവർകൾ രചിച്ച ശ്രീമന്നാരായണീയത്തിലെ 5 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ദശകം 1 ശ്ലോകം 6 അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ പഠിക്കാം. ആദ്യം നമുക്കതൊന്ന് ചൊല്ലി നോക്കാം. അതിനുശേഷം എനിക്കറിയാവുന്ന രീതിയിൽ അർത്ഥം, അന്വയം പിരിച്ച് പദം പിരിച്ച് ചേർത്ത് വായിക്കാൻ പഠിക്കുക. അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അനായാസം ചൊല്ലാൻ സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ അനായാസം ചൊല്ലാൻ സാധിക്കും. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം. ലാവണ്യസൈകസാരം സുഹൃതജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃത സ്യന്ദസന്തോഹമന്ദ സിഞ്ചത് സഞ്ചിന്തകാനാം ബഹുരനുകലയേ മാരുതാകാരനാഥ. ഒരിക്കൽ കൂടി ചൊല്ലാം. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം. ലാവണ്യസൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃത സ്യന്ദസന്തോഹമന്ദ സിഞ്ചത് സഞ്ചിന്തകാനാം ബപുരനുകലയേ മാരുതാകാരനാഥ. ഇനി നമുക്കതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. എനിക്ക് അറിയാവുന്നതുപോലെ, ഞാൻ മനസ്സിലാക്കിയതുപോലെ പഠിപ്പിച്ചു തരാം. നമുക്കിനി അതിൻ്റെ അർത്ഥം നോക്കാം. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം. തത്തേ, തത്ത് പ്ലസ് തേ, തത്തേ. ലാവണ്യ സൈകസാരം എന്നുള്ളത് ലാവണ്യസ പ്ലസ് ഏകസാരം, ലാവണ്യ സൈകസാരം. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം. തത്ത് പ്ലസ് തേ, തത്തേ. അത് കൂട്ടി വായിക്കുമ്പോൾ തത്തേ. പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം. ലാവണ്യസ പ്ലസ് ഏക പ്ലസ് സാരം, ലാവണ്യസൈകസാരം. പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം. പ്രത്യഗ്ര എന്ന് പറഞ്ഞാൽ പുതിയതായിട്ടുണ്ടായ മേഘങ്ങളുടെയും, ലളിത കളായാവലി ചന്തമാർന്ന ഭംഗിയുള്ള, അതായത് ചന്തമാർന്ന കായാമ്പൂവിൻ്റെ ആവലി, കളായാവലി ആവലി കൂട്ടം, കായാമ്പൂവിൻ്റെ കൂട്ടങ്ങളുടെയും അതിന് തുല്യമായ നിറത്തോടു കൂടിയവനുമായ അദ്ദേഹം. അതിന് തുല്യമായ, അതായത് നല്ല മനോഹരമായ കായാമ്പൂകളുടെ കൂട്ടം, അതിൻ്റെ നിറത്തോടു കൂടിയ ഭഗവാൻ. എന്നാൽ ലാവണ്യസ ഏകസാരം, ലാവണ്യത്തിന് ഒരു ഉദാഹരണം, അത് ഭഗവാൻ തന്നെയാണ്. സുഹൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം. പൂർണ്ണ പുണ്യ അവതാരം എന്നുള്ളതാണ് ചേർത്ത് വരുമ്പോൾ പൂർണ്ണപുണ്യാവതാരം. സുഹൃതി ജനദൃശാം, സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് നിറഞ്ഞ പുണ്യമായി അങ്ങ് അവതരിച്ചു. പൂർണ്ണ പുണ്യാവതാരം. സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം, അതായത് സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് നിറഞ്ഞ പുണ്യമായി അങ്ങ് അവതരിച്ചു. ലക്ഷ്മീ നിശങ്കലീലാനിലയനം. ഈ ശ്രീ ലക്ഷ്മീ ദേവിക്ക് കൂസലില്ലാതെ മടിയില്ലാതെ വിളയാടാനുള്ള സ്ഥാനമായതും, അങ്ങനെയുള്ള സ്ഥാനമായതും, സിഞ്ചത് സഞ്ചിന്തകാനാം, സഞ്ചിന്തകാനാം അമൃത അന്തഹ അമൃത സ്യന്ദ സന്തോഹ സിഞ്ചത് സഞ്ചിന്തകാനാം. ധ്യാനനിരതരായിരിക്കുന്നവരുടെ ഉള്ളിൽ അമൃതസ്യന്ത സന്തോഷം,
അമൃതധാരയെ വർഷിക്കുന്നതുമായിട്ടുള്ള തേ വപുഹു അങ്ങയുടെ ആ ശരീരത്തെ, അതായത് ഹേ മാരുതാകാരനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, അനികലയെ ഞാൻ ഇന്നും നിരന്തരം ഇടതടവില്ലാതെ ധ്യാനിച്ചു കൊള്ളുന്നു. ഞാൻ ഇന്നും നിരന്തരം ഇടതടവില്ലാതെ ധ്യാനിച്ചു കൊള്ളുന്നു. തത്തേ പ്രത്യഗ്രധാരാധര കളായാവലി, തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം. അതായത് പുതിയ കാർമേഘങ്ങളുടെയും പുതിയതായിട്ടുണ്ടായ മേഘങ്ങളുടെയും ലളിതകളായാവലി ചന്തമാർന്ന കായാമ്പൂകളുടെ കൂട്ടം, അതിൻ്റെ നിറത്തോടു കൂടിയതുമായ അങ്ങ് ഭഗവാൻ. ലാവണ്യ സ ഏകസാരം, ലാവണ്യത്തിന് ഒരു ഉദാഹരണം തന്നെയാണ്, അത് ഭഗവാൻ തന്നെയാണ്. സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം, പൂർണ്ണ പുണ്യ അവതാരം, പുണ്യ അവതാരം എന്നുള്ളതാണ് പുണ്യാവതാരം ചേർത്ത് വായിക്കുമ്പോൾ. സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് നിറഞ്ഞ പുണ്യമായി അങ്ങ് അവതരിച്ചു എന്നർത്ഥം. ലക്ഷ്മീ നിശങ്ക ലീലാ നിലയനം, ശ്രീലക്ഷ്മി ദേവിക്ക് കൂസലില്ലാതെ മടികൂടാതെ വിളയാടാനുള്ള സ്ഥാനമായതുമായിട്ടാണ്. സഞ്ചിന്തകാനാം അമൃതസ്യന്ത സന്തോഹ സഞ്ചിന്തകാനാം, ധ്യാനനിരതരായിട്ടിരിക്കുന്നവരുടെ ഉള്ളിൽ സ്യന്ത സന്തോഷം, അമൃതധാരയെ വർഷിക്കുന്നതുമായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ, തേ വപുഹു അങ്ങയുടെ ആ ശരീരത്തെ, തേ വപുഹു അങ്ങയുടെ ആ ശരീരത്തെ, ഹേ മാരുതാകാരനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, അനുകലയെ, വപുരനുകലയെ, തേ വപുഹു അനുകലയെ, അനുകലയെ ഞാൻ ഇന്നും, അനുകല എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നും നിരന്തരമായി ധ്യാനിച്ചു കൊള്ളുന്നു. ചുരുക്കി പറഞ്ഞാൽ പുത്തൻ കാർമേഘത്തിൻ്റെയും മനോഹരമായ കായാമ്പൂ കൂട്ടത്തിൻ്റെയും കേളിയാടുന്നതുപോലെ മനോഹരമായ പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക്, സുഹൃത ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം എന്നുള്ള, പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക്, സുഹൃത ജനദൃശ പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരവും ലക്ഷ്മീദേവിക്ക് കൂസൽ കൂടാതെ, അതായത് മടി കൂടാതെ കളിയാടാനുള്ള സ്ഥാനമായും, ധ്യാനനിരതരുടെ ഉള്ളിൽ അമൃതധാരാവർഷം നടക്കുന്ന അമൃതധാര പെയ്യിപ്പിക്കുന്നു നടക്കുന്ന അവിടുത്തെ ആ രൂപം ഞാനിതാ നിരന്തരം ധ്യാനിച്ചു കൊള്ളുന്നു, എല്ലായ്പ്പോഴും ധ്യാനിച്ചു കൊള്ളുന്നു. പുത്തൻ കാർമേഘത്തിൻ്റെയും മനോഹരമായ കായാമ്പൂ കൂട്ടത്തിൻ്റെയും കേളിയാടുന്നതുപോലെ മനോഹരമായ പുണ്യം ചെയ്തവരുടെ അതുപോലെ പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക്, സുഹൃത ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം, പുണ്യം ചെയ്തവരുടെ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരമായും, ലക്ഷ്മീദേവിക്ക് കൂസൽ കൂടാതെ കളിയാടാനുള്ള സ്ഥാനമായും, ധ്യാനനിരതരുടെ ഉള്ളിൽ അമൃതധാര പെയ്യിക്കുന്ന അവിടുത്തെ ആ രൂപം ഞാനിതാ നിരന്തരം എല്ലായ്പ്പോഴും ധ്യാനിച്ചു കൊള്ളുന്നു. അങ്ങയുടെ ആ ശരീരത്തെ, ഹേ മാരുതാകാരനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, അനികലെ ഞാൻ ഇന്നും നിരന്തരം ഇടതടവില്ലാതെ ധ്യാനിച്ചു കൊള്ളുന്നു. അതാണ് ഇതിൻ്റെ ഈ ശ്ലോകം 6 അർത്ഥം. ഇനി അർത്ഥം മനസ്സിലാക്കിയ ശേഷം ദശകം 1 ശ്ലോകം 6 ചൊല്ലാൻ ശ്രമിക്കാം. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം, ലാവണ്യസൈകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം, ലക്ഷ്മീ നിശങ്കലീലാ നിലയനമൃതസ്യന്ത സന്തോഹമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനികലയേ മാരുതാകാരനാഥ. ഒരിക്കൽ കൂടി ചൊല്ലാൻ ശ്രമിക്കാം. തത്തേ പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം, ലാവണ്യസൈകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം,
ലക്ഷ്മീ നിശങ്കലീലാ നിലയനമൃതസ്യന്ത സന്തോഹമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം പപുരനുകലേ മാരുതാകാരനാഥ. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ആവശ്യമുള്ള എല്ലാ ഭക്തരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും ധാരാളം വീഡിയോസ് ആത്മപ്രകാശത്തിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.